രാഹുലിന്റെ കൂടെയുള്ള ആളുകളുടെയും അടുപ്പക്കാരുടെയും ഒക്കെ ഫോൺ ഇതുപോലെ സ്വിച്ച് ഓഫ് ആണ്. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ മൊഴി വ്യാജമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരാതിക്കാരിയുമായുള്ള ബന്ധം അത് ഉഭയസമ്മത പ്രകാരം ആയിരുന്നു എന്നും പറയുന്നു. തനിക്കെതിരെ ബലാത്സംഗ കുറ്റമോ ഗർഭചിത്രമോ നിലനിൽക്കില്ല എന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും ചോർത്തി നൽകിയത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്നും രാഹുൽ ആരോപിക്കുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി വിവിധ തലങ്ങളിൽ നടന്ന ദീർഘമായ കൂടിയാലോചനകൾക്കൊക്കെ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് ഇവരുമായും പരിചയപ്പെട്ടത്. ആ ഘട്ടത്തിൽ ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു. അവർ വീട്ടിൽ ഗാർഹിക പീഡനം നേരിടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നോട് പറഞ്ഞു. അങ്ങനെ വലിയ അടുപ്പത്തിലേക്ക് വന്നു. പിന്നീട് ആ അടുപ്പം വളർന്ന് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധത്തിലേക്ക് അത് മാറുകയും ചെയ്തു. താൻ കാരണമല്ല ഈ പെൺകുട്ടി ഗർഭിണിയായത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗർഭചിത്ര കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല. കാരണം ഈ പെൺകുട്ടി സ്വയം ഗുളിക കഴിച്ചു എന്നാണ് അവർ തന്നെ സമ്മതിക്കുന്നത്. അതിൽ തൻ്റെ ഭാഗത്തു നിന്നുള്ള നിർബന്ധങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം താൻ കാരണമല്ല ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നത്. അവർ വിവാഹിതയായി മറ്റൊരാൾക്കൊപ്പം താമസിക്കുന്ന ആളാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികൾക്കെല്ലാം പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്നത്. CPM BJP ബാന്ധവമാണ് ഇതിന് പിന്നിലുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് മറയ്ക്കാൻ വേണ്ടി പ്രത്യേക താല്പര്യപ്രകാരം തനിക്കെതിരെ ഇപ്പോൾ ഒരു കെട്ടിച്ചമച്ച പരാതിയുമായി വന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് ഈ പരാതി നൽകിയത്. അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ താല്പര്യം വ്യക്തമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ താനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഈ പെൺകുട്ടി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അവരുടെ ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. അതൊരു കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഗൂഢാലോചനയാണ്. തന്നെ മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യ ഹർജിയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ആ ജാമ്യ ഹർജി തിരുവനന്തപുരം സെഷൻസ് കോടതി നമ്പറിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ചയായിരിക്കും മിക്കവാറും ഈ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകാനും പോകുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.